കണ്ണൂർ ഇരിട്ടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമം നടക്കുകയാണ്. പായം UP സ്കൂളിന് സമീപത്തായാണ് കാട്ടാനയെ കണ്ടത്. പ്രദേശത്ത് ജാഗ്രത തുടരുകയാണ്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ സ്കൂളിന് പരിസരത്താണ് കാട്ടാനയെ കണ്ടത് എന്നത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നില്ലേ? ഇതിനടുത്തൊരു കാടുണ്ടോ? ഏത് സമയത്താണ് കാട്ടാനയെ കണ്ടത്? ഇന്ന് രാവിലെയാണ് കണ്ണൂർ പായത്ത് LP സ്കൂളിന് സമീപത്ത് കാട്ടാനയെ കണ്ടത്. ഇപ്പോഴും ആ കാട്ടാനയെ കാട് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് ആറളം വന്യജീവി സങ്കേതമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ആന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ ആനയെ തിരിച്ച് ഈ ആന വന്ന വഴി തന്നെ തിരിച്ച് ആറളത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. തുടർച്ചയായി പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ ശബ്ദമുണ്ടാക്കിയും ഒക്കെ ആനയെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. 2 ആനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇങ്ങനെ എത്തുന്നത് വലിയ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ വീടിന് ചേർന്നാണ് ആന രാവിലെ കണ്ടത്. എന്തായിരുന്നു രാവിലെ? ഞാനൊന്നല്ല കണ്ടിരുന്നു. അവിടെ പറമ്പിന്റെ മുകളിൽ. അതെ, പറമ്പിന്റെ എൻ്റെ പറമ്പിന്റെ തൊട്ട് മുകളിൽ ആന. അവിടെ ഒരു താമസമുള്ള ഒരു വീടുണ്ട്, 2 വീടുണ്ട് അവിടെ. അവരാന്നാണ് കണ്ടെന്നാ പറയണ അതിലെ കൂടി പോകുന്നത്. പിന്നെ ഒന്നും കണ്ടിട്ടില്ല. 2 ആന ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒന്നിനും കാണുന്നില്ല എന്നും പറയുന്നുണ്ട്. എന്താ അറിയില്ല. ഏത് ഭാഗത്താ ഉള്ളത്? അവിടെ ആ കാണുന്ന ഇടതുവശത്ത്. ഇവിടെ നിന്ന് ഏകദേശം എത്ര ദൂരം ഉണ്ടാവും? ഒരു 300 മീറ്റർ കാണും. കാട് നല്ല കാടുണ്ട്. മറ്റേ ഈ പുല്ലുണ്ടല്ലോ, മറ്റേ വാറ്റുപുല്ല്, അതിന്റെ കാടുണ്ട്. അതിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ താമസിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഈ പറമ്പത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു, പോലീസ് അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഏട്ടൻ വന്നിട്ട് പറഞ്ഞു വീട്ടിൽ പോട്, അപ്പോൾ അവിടെ നിൽക്കണ്ട പറഞ്ഞു. അപ്പോൾ അവിടെ ഇല്ല, ഇപ്പം ഇതിപ്പോൾ എല്ലാ ഐക്കിലും ഉണ്ടല്ലോ ആന കാണാൻ വേണ്ടി ജനങ്ങൾ പേടിയുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ നിൽക്കൂലല്ലോ ഇവിടെ. പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. പിന്നെ ഇല്ലേ, ആനയൊന്നും കുഴപ്പമില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ആറളം ഫാമിനകത്തുള്ള 2 വനിതകൾ ആനയെ കണ്ട് ഭയന്നോടുന്നതിനിടയിൽ വീണ് അപകടം സംഭവിച്ചിരുന്നു. ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു മറ്റ് നടപടികളിലേക്ക് തീരുമാനിച്ചിട്ടുണ്ടോ? നടപടി ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതരൊക്കെ വന്നിട്ടുണ്ട്, റേഞ്ചർ അടക്കം വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ റവന്യൂ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ആന കൂട്ടം പിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം 2 ആനയാണുള്ളത്, 1 ആനയെ കാണുന്നില്ല. ആനയെ പ്രതീക്ഷിച്ച് മറ്റേ ആന അവിടെ കാട്ടിൽ നിൽക്കുന്നുണ്ട്. പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ ആന പേടിച്ച് ഇത് ഭയവികരായി കഴിഞ്ഞാൽ അത് ഒരു ജാഗ്രതയോടെ നിൽക്കുകയാണ് ആളുകൾ. കൂട്ടത്തിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. ദൂരെ നിന്ന് കണ്ടതാണ് ചിലരെങ്കിലും